അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ബീഫ് റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയ ബീഫ്. ഇത് കഴുകി വൃത്തിയാക്കിയ ബീഫ് നമുക്ക് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ബീഫ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല പൗഡർ റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് മസാല പൗഡറിന് വേണ്ടി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 സ്റ്റിക്ക് പട്ട. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ആദ്യം നമുക്ക് കുരുമുളകും പട്ടയും ഉലുവയും ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ കളർ ചേഞ്ച് ആവണ വരെ നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കി എടുക്കാൻ. ഇനി ലാസ്റ്റ് ആയിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഇനി സെയിം പാനിലേക്ക് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ. 3 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ക്രഷ് ചെയ്തത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇപ്പം നമ്മുടെ മസാല പൗഡറൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഞാനിവിടെ മസാലയിലേക്ക് 2 ടേബിൾ സ്പൂൺ മസാല പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൊത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കുമ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്.
ഇനി ബീഫ് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ബാക്കി വന്ന മസാല പൗഡറും കൂടി ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബീഫ് ഡ്രൈ റോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അപ്പവും പൊറോട്ടയോ ചപ്പാത്തിയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിവിടെ ഗീ റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് ഒക്കെ അറിയിക്കൂ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഈ സിറ്റുവേഷനൊക്കെ പെട്ടെന്ന് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.